ക്രിക്കറ്റ് പൊട്ടന്മാരുടെ കളിയൊന്ന് പാർക്കണാണ് ഇവിടത്തത്. 10-22 പൊട്ടന്മാരുടെ കളിയാണ്. അത് കണ്ടോണ്ട് 2 പൊട്ടന്മാരെ നടക്കിരുന്നിട്ട് എന്തൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. പിന്നെന്താ ഒരുത്തൻ വന്നെന്തോ 3 കുറ്റിയെ നോക്കി എറിയും. അങ്ങനെ വേറെ ഒരുത്തൻ അടിച്ച് അങ്ങോട്ടെങ്കിലൊക്കെ കളയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ചിലപ്പോൾ കണ്ട കൂടി ഉരുണ്ടങ്ങോട്ട് പോകും. അന്നേരത്തേക്കെന്തോ 4 4 റണ്ണം എന്തോ കിട്ടും. പിന്നെന്താ മുങ്ങി പോവാണെങ്കിൽ 6 റൺ കിട്ടും. ഇതൊക്കെ എന്തോ ഇത്ര വലിയ കാര്യമൊന്നും. എനിക്കൊണ്ട് കിളറാന് ജോലിയുണ്ട്. അതിനകത്ത് 3-4 ലിറ്റർ പാലൊക്കെ കുടിച്ചിട്ടാണ് കളിക്കാൻ പോകാറ്. അന്നേരത്തേക്ക് കളിക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ്. അന്നേരത്തേക്കാണ് എന്റെ ഒരു കൂട്ടാനും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോളും കോലും വെച്ചുള്ള കളിയുണ്ട്, അതിനകത്തേക്ക് പോവാണെങ്കിൽ ചിലപ്പോൾ നീ രക്ഷപ്പെടും, അതായത് ചെറിയ സൈഡ് കളയുകയാണെങ്കിൽ ഭയങ്കര ആളാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു കളി കളിക്കാൻ വന്നത്. അത് ശരിയാണ് സഭയിലും സച്ചിനെയും കാങ്കളിയും ദ്രാവിഡിനെയൊക്കെ ഇനിയിപ്പോ എന്തത്തിനാണ്? അമ്മക്കും കോടികൾ ഉണ്ടാക്കിയില്ലേ. ഇനി എന്നെ പോലെ ഞാനും യുവരാജും രോഹിത് ശർമ്മയൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെന്ന്. എന്തായാലും പൊട്ടന്മാരുടെ കളിയാണ്. കുറെ പൊട്ടന്മാരെത്തി കുറെ നാൾ കൊണ്ട് കളിക്കുന്നു. കുറെ പൊട്ടന്മാര് നിങ്ങളെ പോലെ പൊട്ടന്മാര് കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ? ഞങ്ങൾ കുറച്ചാൾ പൈസ ഉണ്ടാക്കിട്ട് പോയി. സത്യം നന്നായിട്ട് കളിക്കുന്ന കളിക്കാനാണ്. ആളെ 10-20 കണ്ണടിച്ചെന്നൊക്കെയാ കേൾക്കുന്നത്. പക്ഷെ അത് ദ്രാവിഡും ഗാംഗുലിയൊക്കെ എന്തുവാ കളിക്കണത്? ഗാംഗുലി ഉണ്ടോ കണ്ണൂര് നിലവിൽ കാണാൻ വയ്യ. കണ്ണൊക്കെ വെട്ടിച്ചിരുന്ന അടിക്കുന്നത്. ചുമ്മാ വീഴ്ച നല്ലതാണ് പോയി. ഇപ്പാണെങ്കിൽ ആകെ പ്രായമായി 10 വയസ്സാവാറായി. എങ്കിലും വീട്ടിൽ അടങ്ങി ഇരുന്നൂടെ. ഇനിയിപ്പം കൊച്ചുള്ള കളിക്കട്ടെ. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ ഇത്ര കേട്? എനിക്ക് പഠിച്ചിട്ടൊന്നും വലിയ